നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഭക്ഷ്യയോഗ്യമായ കളസസ്യമാണ് സാമ്പാർ ചീര. സാമ്പാർ ചീരയെ എങ്ങനെ നമ്മുടെ കൃഷിയിടത്തിൽ വളർത്താമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള 100% ശാസ്ത്രീയമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. കളകളോടൊപ്പം സ്വാഭാവികമായി കിളിർത്തു വരുന്ന സാമ്പാർ ചീരയുടെ തണ്ടുകളും വിത്തുകളും നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കാം. ഒരു തൈ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൃഷിയിടം മുഴുവൻ സാമ്പാർ ചീരയുടെ തൈകൾ ഉണ്ടാകും. ഒരു കളസസ്യമായതുകൊണ്ട് തന്നെ രോഗകീടബാധ താരതമ്യേന വളരെ കുറവാണ് സാമ്പാർ ചീരയ്ക്ക്. അതുപോലെ തന്നെ പ്രകൃതിയിലെ പ്രതികൂല കാലാവസ്ഥയും സാഹചര്യങ്ങളെയും അതിജീവിച്ച് വളരുന്ന സാമ്പാർ ചീരയെ നമ്മൾ ഗ്രോ ബാഗിലോ കൃഷിയിടത്തിലോ കൊണ്ടുവന്ന് അനുകൂലമായ ഒരു സാഹചര്യം കൊടുക്കുമ്പോൾ അത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ വളർച്ച കാണിക്കും. അതായത് നമുക്ക് ലഭ്യമായ ഏതെങ്കിലും ഒരു ജൈവവളവും കൃത്യസമയത്ത് ജലസേചനവും നൽകിക്കഴിഞ്ഞാൽ സാധാരണ പച്ചക്കറികളേക്കാൾ നല്ല രീതിയിൽ സാമ്പാർ ചീര നമ്മുടെ കൃഷിയിടത്തിൽ തഴച്ചു വളരും. സാമ്പാർ ചീരയുടെ ഇലകളും തണ്ടുകളും കറി വയ്ക്കാനായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എങ്കിലും സാമ്പാർ ചീര പ്രശസ്തി നേടിയിരിക്കുന്നത് സാമ്പാറുമായി ബന്ധപ്പെട്ടാണ്. സാമ്പാറിന് നല്ല രീതിയിൽ കൊഴുപ്പ് നൽകാൻ സാമ്പാർ ചീര അതിൽ അരിഞ്ഞു ചേർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സാമ്പാർ ചീരയുടെ മൂത്ത തണ്ടുകൾ മുരിങ്ങക്കോല് പോലെ നമുക്ക് കഷണങ്ങളാക്കി സാമ്പാറിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.